മഹാലക്ഷ്മി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഘനാഥൻ്റെ വീട്ടിൽ നിന്ന് കണ്ണനും മഹാലക്ഷ്മിയും നേരെ വരുന്നത് കമലേശ്വരം തറവാട്ടിലേക്കാണ്. അവർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ മേഘനാഥൻ വിളിച്ചു പറഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കമലേശ്വരത്തുള്ള ദുർഗയും മഞ്ജുവും കരുണയും ഉണ്ണിയും എല്ലാം അറിയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും അവർക്ക് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് കണ്ണനും മഹാലക്ഷ്മിയും കൂടി കമലേശ്വരത്തേക്ക് വരുന്നത്. കണ്ണൻ വന്ന പാടെ ഞങ്ങളിങ്ങനെ മേഘനാഥൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. സാഹറിനെ കമലേശ്വരം ഫൈനാൻസിലേക്ക് പറഞ്ഞു വിട്ടത് മേഘനാഥനാണ്. എന്നെയും മഹാലക്ഷ്മിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മേഘനാഥൻ ചെയ്ത കളിയാണത്. സാഹറിനെ ഞങ്ങൾ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ സാഹറിൽ നിന്ന് അതെല്ലാം മനസ്സിലായി. മേഘനാഥന് പണ്ട് കുറച്ച് വൃത്തികെട്ട സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവൻ നന്നായി എന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ്റെ സ്വഭാവം ഒട്ടും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി മഞ്ജുവിനെ മേഘനാഥന് കല്യാണം കഴിച്ചു കൊടുക്കണ പ്രശ്നമില്ല എന്നൊക്കെയും കണ്ണൻ പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ മഞ്ജുവൊക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നോട് ഇങ്ങനെയൊക്കെ മേഘനാഥൻ പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് കരുണ ചോദിക്കാം കേട്ടോ. എന്നിട്ട് ഇതുവരെ നീ അത് വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ പെരുമാറിയെങ്കിൽ നീ അത് വീട്ടിൽ പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, വീട്ടിൽ എനിക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ല. പിന്നെ കരുണയുടെ അച്ഛനോടും മുത്തശ്ശീനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ അവർ ഞാനൊരു അഴിഞ്ഞാട്ടക്കാരിയാണെന്നാണ് പറഞ്ഞുകൊണ്ട് കിടക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി പറഞ്ഞാൽ ഞാൻ അഴിഞ്ഞാട്ടുകാരിയെന്ന് തന്നെ പറയുള്ളൂ. എന്നെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വിവരങ്ങളൊന്നും ഇതുവരെയും ആരോടും പറയാണ്ടിരുന്നത്. മേഘനാഥനെ കണ്ടിട്ടാണെങ്കിലും ഞാനിത് പറയാണ്ടിരുന്നത് ബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കണ്ടല്ലോ എന്ന് കരുതിയാണ്. ഇപ്പം സാഗറിനെ വിട്ടത് മേഘനാഥനാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വിവരങ്ങളെല്ലാം കണ്ണേട്ടനോട് പറഞ്ഞതെന്നൊക്കെ പറയണ്ട കേട്ടോ. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കണ്ണൻ മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി കഴിയുമ്പം മഞ്ജു ഉണ്ണിയും കരുണയും കൂടി വളരെ ദേഷ്യത്തിൽ നിന്നിട്ട് പറയുന്നുണ്ട്, ഇയാളെയും കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്, ഇയാൾ അവൾ പറയും പോലെ എല്ലാം കേട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ എത്ര എതിർത്താലും മേഹേട്ടനും ഞാനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും, അല്ലെങ്കിൽ രണ്ടിലൊരാളെ നമ്മൾക്ക് കൊല്ലേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വാമദേവൻ ദുർഗേനെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇതിൽ രണ്ടിൽ ഒരാളെ ഇനി ജീവിച്ചിരിക്കാൻ പാടുള്ളൂ. മഹാലക്ഷ്മി റെഡിയാക്കി കൊടുക്കുന്ന മരുന്നിൽ എന്തെങ്കിലും എതിർമരുന്ന് ചേർത്ത് കൊടുത്ത് അവനെ നമ്മൾക്ക് തളർത്തണം. ഒരിക്കലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. മഹാലക്ഷ്മി വിചാരിച്ചിരിക്കുന്നത് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് നടത്തി കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാണ് മഹാലക്ഷ്മി അവനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ ആ ആഗ്രഹം ഒരിക്കലും നടക്കരുത്. കണ്ണന് ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവരുത്. നേരത്തെ നമ്മൾ മരുന്ന് മാറ്റി കൊടുത്തതുപോലെ ഇപ്പോൾ അവൾ കൊടുക്കുന്ന മരുന്നിൽ ആ മരുന്ന് ഫലിക്കാതിരിക്കാൻ എന്തെങ്കിലും മറുമരുന്ന് ചേർത്ത് കൊടുക്കണം എന്നൊക്കെ വാമദേവൻ ദുർഗയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഏട്ടൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഞാനതൊക്കെ വേണ്ടതുപോലെ ചെയ്തോളാമെന്നും പറഞ്ഞ് ദുർഗ അതിന് പറ്റിയ എന്തോ പൊടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മഹാലക്ഷ്മി രാവിലെ തന്നെ മരുന്നൊക്കെ ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ദുർഗ നോക്കിക്കാണ് മഹാലക്ഷ്മി മാറിയിട്ട് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. രണ്ട് മഹാലക്ഷ്മി മരുന്നൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് ഗ്ലാസ്സിലാക്കി വെച്ചിട്ട് മാറുന്ന സമയം നോക്കി കരുണയും ദുർഗയും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദുർഗ പതിയെ ആ മരുന്ന് കൊണ്ടുവന്ന് അതിലേക്കിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് മഹാലക്ഷ്മി മൂടി വെച്ചിട്ട് പോയതുപോലെ തന്നെ നല്ലോണം മൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ ആ മരുന്ന് മഹാലക്ഷ്മി കണ്ണന് കൊടുക്കാൻ പോകുന്നുണ്ട്. കണ്ണനത് കുടിക്കോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. മിക്കവാറും കണ്ണനത് കുടിക്കാൻ സാധ്യതയില്ല. കാരണം അവർക്ക് അയ്യപ്പസ്വാമിയുടെയും പിന്നെ അമ്പലത്തിൽ കാണുന്ന ദേവിയുടെയൊക്കെ ഒരു അനുഗ്രഹവും ശക്തിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണനത് കുടിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ്. മഹാലക്ഷ്മി ആ മരുന്ന് കൊണ്ടേ കണ്ണന് കൊടുക്കാൻ പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ പ്രൊമോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂവിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.